السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على من لا نبي بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പിർസത്തെ വിദ്യാർത്ഥിമാരെ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഫളൽ കൊണ്ടിത്തു തൗഫീഖ് കൊണ്ടിത്തു നമുക്ക് എൻ്റെ കൂടെ ഈ ജാമിഅത്തുൽ ഫുർഖാൻ അൽ ഇസ്ലാമിയ ചെന്നതായ ഈ ഒരു സ്ഥാപനത്തിൽ ഒരുമിച്ച് കൂടുകയും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിഷയത്തിൽ പരസ്പര ചർച്ചയാക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ഉള്ളതായ ഒരവസരം ഞങ്ങൾക്ക് കിട്ടിയത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് തൻ്റേതായ നിഅമത്തിൽ വെച്ചിട്ട് ഏറ്റവും വലിയ നിഅമത്ത് എത്തിക്കർ. അതേപോലെ ഞങ്ങളുടെ ഒരുമിച്ച് കൂടിയതും അതുപോലെ ഇതുപോലത്തെ വേറെ സദസ്സിലും ഞങ്ങൾ ഒരുമിച്ച് കൂടിയതും അങ്ങനെ ഒരുമിച്ച് കൂടുക ഞങ്ങൾക്ക് കിട്ടിയ ആ ഒരു അവസരം അത് അള്ളാഹുരെ വലിയ തൗഫീഖ് എത്തിക്കർ. ദീന് പഠിക്കുക എത്തിക്കർ ഞങ്ങളുടെ ഒരുമിച്ച് കൂടിയത്. അപ്പോൾ അള്ളാഹുരെ ആ ദീന് പഠിക്കുക അവസരം കിട്ടുക ചൊല്ലതും അള്ളാഹുരെ വലിയ നിഅമത്ത് എത്തിക്കർ. അപ്പോൾ അൽഹംദുലില്ലാ ഞങ്ങൾക്ക് ആ ഒരു അവസരം ഈ ജാമിഅത്തുൽ ഫുർഖാൻ അൽ ഇസ്ലാമിയ ചെന്നതായ ഈ സ്ഥാപനത്തിൽ ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. അതേപോലെ ഇതുപോലത്തെ സദസ്സിൽ സ്വഹിയത്തുല്ല് ശരിയത്തുല്ല് ദീന് പഠിപാട്ടതായ ഏത് സദസ്സുണ്ടോ അവിടെ അതിരെ ആ ഇൽമു പഠിക്കാൻ ഞങ്ങൾക്ക് അവസരം കിട്ടുക, ആ അവസരത്തെ ഉപയോഗപ്പെടുത്തുക, അതിരെ യൂസാക്കുക, ഞങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുക. ഞങ്ങളെ യാറെ താല്പര്യം ഉണ്ടാക്കുന്ന പോലത്തെ കാര്യത്തിക്കർ പഠിക്കുന്നതായ കാര്യത്തെ പ്രാധാന്യത്തരം അതേപോലെ അതിരെ ഫളലുകൾ ഞങ്ങൾ മനസ്സിലാക്കിയ ചൊല്ലത്. ഇപ്പോൾ ദീന് പഠിക്കുന്നതിൽ നിന്ന് ദീന് ഞങ്ങൾ ശരീഅത്തിലെ ഇൽമു പഠിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ ദൂരാക്കുന്നതായ പല കാര്യം വയ്ക്കും, പല കാരണം വയ്ക്കും. അപ്പോൾ അതെല്ലാം ദൂരാക്കിയിട്ട് ഞങ്ങളെ ആ മടിയെ ഇല്ലാണ്ടാക്കിയിട്ട് ദീന് പഠിക്കുക യാറെ ഞങ്ങൾ താല്പര്യം കാട്ടണുണ്ടായെങ്കിൽ അത് പഠിക്കുന്ന കാര്യത്തെ അതിൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കിയ ചൊല്ലത് എത്തിക്കർ. ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ മനുഷ്യന്മാർ ഞങ്ങളെ ജീവിതത്തിൽ അങ്ങനെ ജീവിക്കുന്നുണ്ടായെങ്കിൽ പല കാര്യം ആവശ്യത്തിക്കർ. ഉദാഹരണം ചൊല്ലുണ്ടായെങ്കിൽ ഒരു ഞങ്ങൾ ജീവിക്കുന്നുണ്ട് ഞങ്ങൾക്ക് അകവേണു തന്നി ഫുഡ് ഇങ്ങനെല്ലാം പല കാര്യം എന്തെത്തിക്കർ ഞങ്ങളെ ജീവിതത്തിൽ ആവശ്യത്തിക്കർ. ഇങ്ങനെ ആവശ്യമുള്ള കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിക്കർ തൊലബുൽ ഇൽമു ചൊല്ലത്, ദീന് പഠിക്കുക ചൊല്ലത്, ഇൽമു ശരീഅത്തിലെ ഇൽമു പഠിക്കുക ചൊല്ലത്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ എത്ര ആവശ്യത്തിക്കർ ചൊന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രാധാന്യത്തെ ഞങ്ങൾക്ക് ബോധ്യപ്പെടും. ഇപ്പോൾ ദുനിയാവിലെ ഇൽമു പോലെയല്ല ശരീഅത്തിലെ ഇൽമു. ദുനിയാവിലെ ഇൽമു ഞങ്ങൾക്ക് ചിലപ്പോൾ ഒന്നും രണ്ടുപട്ട പഠിച്ചിട്ട് അത് ഞങ്ങൾക്ക് മെയ്യാവും. അതിൻ്റെ ശരീഅത്തിലെ ഇൽമു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ നിത്യമായിട്ടും പഠിക്കാൻ ഒരു കാര്യത്തിക്കർ. എത്രത്തോളം ഞങ്ങൾക്ക് അത് ആവശ്യത്തിക്കർ ചെന്നിട്ടുണ്ടെങ്കിൽ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി സ്വല്ലു അന്നാസു ഇലൽ ഇൽമി അഹ്വജു മിൻഹു ഇല ത്വആമി വശറാബ്. മനുഷ്യന്മാർ അങ്ങ് തണ്ണീരെ കാണ്ടിയും ഫുഡിനെ കാണ്ടി യാർ അങ്ങ് ഇൽമ ആവശ്യത്തിക്കർ. തണ്ണീരെ കാണ്ടിയും ഫുഡിനെ കാണ്ടി യാർ അങ്ങ് ഇൽമുക ആവശ്യക്കാരായിത്തിക്കറാർ. കാരണം ലിഅന്ന الرجل يحتاج الى الطعام والشراب في اليوم مرة او مرتين. കാരണം ഒരു മനുഷ്യക്ക് ഒരു നാളിൽ അവനക്ക് ജീവിക്കാനുണ്ടായെങ്കിൽ അവൻ്റെ ഫുഡും തന്നെയും ഒരു വട്ടം കിട്ടിയമ്മയാവും, അല്ലെങ്കിൽ രണ്ട് വട്ടം അവനക്ക് കിട്ടിയമ്മയാവും. ഒരു നാല് ഞങ്ങൾക്ക് ജീവിക്കാനുണ്ടായെങ്കിൽ ഒരു വട്ടം രണ്ട് വട്ടം ഞങ്ങൾക്ക് എന്തുമയാവും ആ തന്നെയും ഫുഡ് കിട്ടിയമ്മയാവും. ആയെങ്ക വയഹ്താജു ഇലൽ ഇൽമി ബിഅദദി അൻഫാസിഹ. അവനക്ക് ഇൽമ് എത്ര ആവശ്യത്തിക്കർ ചെന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ ശ്വാസം എത്ര ഉണ്ട് അത്രയും ഇൽമ ആവശ്യത്തിക്കർ. അതായത് അവന് ഒരു നാളിൽ എത്ര ഇങ്ങനെ ശ്വാസപ്പെട്ടാണ് അത്ര വട്ടം അവനക്ക് ഇൽമ ആവശ്യത്തിക്കർ. ഇത് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി നടത്തിയത് ഒരു പ്രയോഗം എത്തിക്കർ. ആ ഇൽമിൻ്റെ പ്രാധാന്യത്തെ എത്ര ഉണ്ട് ചൊന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുക, അത് ഞങ്ങളുടെ ജീവിതത്തിൽ എത്ര ആവശ്യത്തിക്കർ ചൊന്ന് ഞങ്ങൾ മനസ്സിലാക്കുക, അതിൻ്റെ ഗൗരവത്തെ ഞങ്ങൾ അറിയുകയിട്ട് അതിൽ നടത്തിയത് ഒരു ഉദാഹരണം ചൊന്നത് ഒരു ഉദാഹരണം എത്തിക്കരുത്. അപ്പോൾ അത്തരം എന്തൊരു ഇൽമ ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യത്തിക്കുക. കാരണം ഞങ്ങളുടെ ജീവിതത്തെ പല ഘട്ടത്തിലും പല അവസ്ഥയിലും ഞങ്ങൾ ഔത്തിലാവട്ടെ കച്ചവടത്തിലാവട്ടെ അല്ലെങ്കിൽ ഞങ്ങൾ ജീവിക്കുമ്പോഴത്തേക്ക് പല പ്രശ്നം ഞങ്ങളെ മുന്നിൽ വരും. അപ്പോൾ ആ സന്ദർഭത്തിലെല്ലാം ഞങ്ങൾ എന്തിനാക്കണോ ശരീരത്തെ എന്തിരേത്തിക്ക് രീതി ഞങ്ങൾക്ക് പരിപാടി തണ്ടേ ഖുർആനും സുന്നത്തും വെച്ചിട്ട് സലഫി മൻഹജ് ശരീരത്തിന് ഞങ്ങളെ എന്തിന് ഞങ്ങൾക്കെതിരെ വിധി ചൊന്നു തണ്ടേ. ഈ അവസ്ഥയിൽ ഞങ്ങൾ എന്തിനാക്കണോ ചൊന്ന് ഞങ്ങൾ അറിയാനുണ്ടായെങ്കിൽ ആ ഇൽമ ഞങ്ങൾ എന്താക്കണോ കരസ്ഥാക്കിയിട്ട് വേണം, ആ ഇൽമ ഞങ്ങൾ പഠിച്ചിട്ട് വേണം. അപ്പോൾ നോക്കുക ഞങ്ങളെ ഈ ജീവിതത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും മുന്നിൽ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എത്തിക്കൽ എന്തിരെ നാല് ആഖിറത്തിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് സ്വർഗത്തേക്ക് പ്രവേശിക്കണോ ചൊല്ലത്. ഫമൻ സുഹ്സിഅ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആരെങ്കിലും നരകത്തിൽ നിന്ന് അവന് രക്ഷപ്പെട്ടിട്ട് സ്വർഗത്തേക്ക് അവന് പ്രവേശിക്കുകയാണ് അവനെ എത്തിക്കിற വിജയിച്ചാൽ. അപ്പോൾ ആ ഒരു വിജയ
ಕರಸ್ತಾಕುಗ ಇತ್ತನಂಗೆ ಆಗ್ರಹಿಕ್ರಂಗೆ ಇತ್ತಿಕ್ರ അതേപോലെ അതുകൂലതായ പരിശ്രമം ആക്കിയോണ്ടുമുള്ള. അപ്പോൾ അതേത്തിക്ക് ഞങ്ങൾ മെയിൻ ലക്ഷ്യം നരകത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടണമെന്ന് ചൊല്ലത്. അപ്പോൾ ഒരു മനുഷ്യരെ നരകത്തിൽ ശാശ്വതാകൃതായ അവസ്ഥയിൽ നിന്ന്, അതായത് ശാശ്വതാകൃതായ അല്ലെങ്കിൽ അവൻ്റെ ഖാലിദാകൃത നരകത്തിൽ അവൻ്റെ നിത്യാകൃതായ 3 കാര്യം എത്തിക്കർ. അതായത് ഒരു മനുഷ്യരെ നരകത്തിൽ ശാശ്വതാക്കരുത് 3 കാര്യം എത്തിക്കർ. ഏതെല്ലാം? ഷിർക്കുൽ അക്ബർ, 2 കുഫ്റുൽ അക്ബർ, 3 നിഫാഖുൽ അക്ബർ. ഈ 3 കാര്യത്തിക്ക് ഒരു മനുഷ്യരെ നരകത്തിൽ ശാശ്വതാക്കപ്പെട്ടത്. അപ്പോൾ ഈ 3 കാര്യം ഇങ്ങനെ ചൊന്നെങ്കമയ്യാവില്ല. ഏതെല്ലാം രൂപമുണ്ട്, ഏതെല്ലാം ടൈപ്സ് ഉണ്ട് ഇതിൽ, അതേപോലെ ഏതെല്ലാം രൂപത്തിൽ അങ്ങനെ ജീവിതത്തിൽ ഇത് കടന്നു പറക സാധ്യത ഉണ്ട്, ഇതെല്ലാം ഓർത്ത് അറിഞ്ഞെങ്കിൽ എത്തിക്കര് അവನು അവൻ്റെ തടിയരെ നരകത്തിൽ നിന്നിട്ട് ശാശ്വത ആ ഒരു അവസ്ഥയിൽ സലാമത്താക്കുക വരത്. ഇതോർത്ത് അറിഞ്ഞിട്ടില്ലാണ്ടായെങ്കിൽ, ഈ 3 കാര്യത്തെ അവನು അറിഞ്ഞിട്ടില്ലാണ്ടായെങ്കിൽ അതിനർത്ഥം എന്തിരെ അവನು അവൻ്റെ തടിയരെ നരകത്തിൽ നിന്നിട്ട് സലാമത്ത് ഐര ഇല്ല സ്വന്തം അവനക്ക് ഉറപ്പില്ലാണ്ട് എത്തിക്കರು. അതേപോലെ ഞങ്ങൾ ഈ ജീവിതത്തിൽ പല ലക്ഷ്യം ഞങ്ങൾക്കുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എത്തിക്കര് ഞങ്ങൾ ഈ തടിയരെ നരകത്തിൽ ശാശ്വത ഒരു അവസ്ഥയിൽ നിന്ന് കാത്ത് രക്ഷിക്കരെ ചൊല്ലത്. പ്രത്യേകിച്ചിട്ട് ഈ കുഫ്റിലുള്ള വിഭാഗ പല തരത്തിലുണ്ട്. ഞങ്ങൾ പൽക്കത്തിൽ പണ്ട് കുഫ്റുണ്ട്, അതേപോലെ ഞങ്ങൾ പ്രവർത്തനത്തിൽ പണ്ട് കുഫ്റുണ്ട്, അതേപോലെ ഞങ്ങൾ വിശ്വാസത്തിൽ പണ്ട് കുഫ്റുണ്ട്. ഇങ്ങനെ പല തരത്തിലും കുഫ്റ് വിഭാഗമുണ്ട്. ഇതെല്ലാം ഓർത്ത് അറിഞ്ഞെങ്കിൽ എത്തിക്കര് അവനക്ക് എന്താ ഒരു അവൻ്റെ തടിയരെ നരകത്തിൽ നിന്ന് സലാമത്താക്കുക സാധിക്കരുത്. ഇവിടെ കുഫ്റ് സ്വന്തം ഉദ്ദേശിക്കുന്നത് ചെറിയ കുഫ്റല്ല, അത് വലിയ കുഫ്റ് എത്തിക്കരുത്. ഒരു മുസ്ലിമരെ അവൻ്റെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കരുതായ കുഫ്റ് എത്തിക്കരുത്, നരകത്തേക്ക് ശാശ്വതാക്കരുതായ കുഫ്റ് എത്തിക്കരുത് ഉദ്ദേശിക്കരുത്. അപ്പോൾ ഇതെല്ലാം അവൻ്റെ ജീവിതം ഇതെല്ലാം തെച്ചിട്ട് അവന് പഠിക്കാനുണ്ടല്ല. അവൻ്റെ എല്ലാ പണി വീട്ടിത്തു 10-5 വർഷം ഇങ്ങനെ തെച്ചിട്ട് ശരീഅത്ത് ഇൽമ് എല്ലാം ഉദ്ദേശിച്ച് പഠിക്കാനുണ്ടല്ല ചൊല്ലറേ, അതല്ല ഉദ്ദേശം. അവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ നിത്യജീവിതത്തിൽ ബണ്ടതായ അവൻ്റെ ജീവിതത്തിൽ ബറകു സാധ്യതയുള്ള പോലത്തെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇന്നത്തെ ഈ സമൂഹത്തിൽ, ഇന്നത്തെ ഈ സാഹചര്യത്തിൽ പല ഫിത്നവും ഇങ്ങനെ കടന്നിട്ടുള്ളത്, ഈ ടൈമിൽ പല ഫിത്നവും സ്പ്രെഡ് ചെയ്തിട്ടുള്ളത്, ഈ അവസ്ഥയിൽ കുഫ്റും ഷിർക്കും നിഫാഖും പല വിഭാഗ പല ഇനം പല ടൈപ്സ് സ്പ്രെഡ് ചെയ്ത് എടുക്കുന്നത് ഈ ടൈമിൽ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം രൂപത്തിൽ അത് കടന്നു വരും. അതിനെ കാത്തു സൂക്ഷിക്കാനുണ്ടായെങ്കിൽ അത് കടന്നു വരാണ്ടെ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു പറകൂടി സാധ്യതയുള്ളത് അതിന് ഞങ്ങൾ മനസ്സിലാക്കാനുണ്ടായെങ്കിൽ അതുകൂലതായ ഇൽമു വേണം. അത് പ്രധാനമായിട്ട് ഞങ്ങൾ പഠിച്ചതിക്കൊണ്ടായി ഈ 3 കാര്യം എത്തിക്കരും. അല്ലെ, ഷിർക്കിന്റെ വിഷയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചൊന്നേ? അശ്ശിർകു അഖ്ഫാ ഫി ഉമ്മത്തി മിൻ ദബീബിൻ നംലി അല സഫാ ഫിൽ ലൈലത്തി ദുലമാ. എൻ്റെ ഉമ്മത്തിൽ ഷിർക്ക് ചിമ്മലതായ ഒരു ജാവുലു, നല്ല ചിമ്മലതായ ജാവുക് സൊഫ ഗുഡലിൽ നിന്ന് ഒരു എറുമ്പ് മെല്ലെ മെല്ലെ എങ്ങനെ നടന്നു പണ്ട അതിരെക്കാണ്ടി ഗോപ്യമായിട്ട് എന്താ ഒരു ഈ ഉമ്മത്തിക്ക് ഷിർക്ക് കടന്നിട്ട് പണ്ട്. അപ്പം അത്ര ഗോപ്യമായിട്ട് ഇപ്പം ജാവുക ഞങ്ങൾ എതിരുള്ള ഒരു എറുമ്പ് നടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്താവില്ല ചിലത് കാണല, അത് ഞങ്ങൾക്ക് കാണില്ല. അതിരെക്കാണ്ടി ഗോപ്യമായിട്ട് എത്തിക്കര് എന്താ പറയുക ഷിർക്ക് ഞങ്ങൾ ജീവിതത്തിൽ ഞങ്ങൾ ഈ ഉമ്മത്തിക്ക് കടന്നു പണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരീശ കാര്യം എത്തിക്കരും. അപ്പോൾ ഞങ്ങൾ എന്താവും തീരാ ഉറക്കത്തുക്കും ആ കാര്യത്തിൽ നിന്ന് നിർഭര എത്തിക്കോ തീരാ എൻ്റെ കാര്യം സേഫ് എത്തിക്കര്. ഇനി ഞാൻ മരിച്ചെങ്ങമയ്യാവും, ഞാൻ സേഫ് ആവുക, നിനക്ക് സ്വർഗത്തിൽ ഞാൻ പ്രവേശിക്കരുത്. ഇങ്ങനെ ഞങ്ങൾ എന്താവും തീരാ ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾ നിർഭര എത്തിക്കോ തീരാ. എപ്പല്ലാണ്ട് ആ വിഭാഗത്തെ ഞങ്ങളെ നരകത്തിൽ നിന്ന് കാക്കരുതായ എന്തെല്ലാം കാര്യമുണ്ടോ അതെല്ലാം ഞങ്ങൾ പഠിച്ചിട്ട് ഞങ്ങളെ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടല്ലാണ്ട് ഞങ്ങൾ എന്താ തീരാ നിർഭര എത്തിക്കോ തീരാ. അതുകൊണ്ട് അത്തരം എന്തേ ഞങ്ങൾ ഈ ജീവിതത്തിൽ ഈ ശരീഅത്ത് ഇൽമ് ആവശ്യം എത്തിക്കർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലില്ലേ, ഇഹ്റിസ് അലാ മാ യൻഫഉക്, നിക്ക് ഉപകാരമുള്ള കാര്യത്തിൽ നീ എന്താക്ക് യാറെ താല്പര്യം കാട്ട്, യാറെ ഇൻട്രസ്റ്റ് കാട്ട്. ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് ഉലമാക്കന്മാർ ചെന്നാറ് ഒരു മനുഷ്യക്ക് അവൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം എന്തെങ്കിലും ഒരു കാര്യം അതവനക്ക് എത്ര ഉപകാരം ഉണ്ടാ അത്രമേ അവൻ എന്താക്കണം അത് പ്രവർത്തിക്കുക ഇത് അവൻ അതിൽ ഇൻട്രസ്റ്റ് കാട്ടണം, താല്പര്യം കാട്ടണം. അതായത് ഇപ്പം ഞങ്ങൾ ഈ ജീവിതത്തിൽ ആഖിറത്തെ വിഷയമാവട്ടെ അല്ലെങ്കിൽ ദുനിയാവിലെ വിഷയമാവട്ടെ അത് ഞങ്ങൾക്ക് നല്ല ആവശ്യമുണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അത്രമേ അവൻ എന്താക്കണോ അതിലവന് അവൻ്റെ ഇൻട്രസ്റ്റ് കാട്ടണം, അവന് അതിൽ താല്പര്യം കാട്ടണം, അത് പഠിക്കരുത് അതിലാക്കരുതില്ലാണ്ട്. എങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി, ഒരു മുസ്ലിം ഒരു മനുഷ്യരെ ഇസ്ലാമരെ ഭംഗിയാക്കരുത് നല്ല ആക്കരുതായ കാര്യത്തിൽപ്പെട്ടത് എത്തിക്കുന്നത് അവനു ആവശ്യമില്ലാത്ത കാര്യത്തെ അവನು ബുഡ്രേ ചൊല്ലരുത്, ഒഴിവാക്കരുത് ചൊല്ലരുത്. അപ്പോൾ അതൊക്കെ നേരെ തിരിച്ചിട്ട് അവനക്ക് ജീവിതത്തിൽ ഉപകാരമുള്ള കാര്യത്തെ അവൻ എന്താക്കണം അതിലവൻ ആക്കണം, അതിലവൻ യാറ താല്പര്യം കാട്ടും. അതിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നത് ഇഹ്റിസ് അലാ മാ യൻഫഉക്, എനിക്ക് നിൻ്റെ ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യം അതിൽ നീ എന്താക്കണം യാറ
താല്പര്യം കാട്ടണം. അപ്പോൾ ഞങ്ങൾക്ക് ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് കുറേ കാര്യം ആവശ്യമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യത്തേക്ക് ശരീഅത്തിൽ ഇൽമു പഠിക്കുക ചൊല്ലരുത്. ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമുള്ളതായ എല്ലാ കാര്യത്തിൽ വെച്ച് നോക്കുകയുണ്ടായെങ്കിൽ പ്രധാനപ്പെട്ട ഫസ്റ്റ് ഞങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കാര്യത്തേക്ക് എന്തേ ശരീഅത്തിലെ ഇൽമു പഠിക്കുക ചൊല്ലരുത്. കാരണം ശരീഅത്തിലെ ഈ ഇൽമു ഇല്ലാണ്ട് ഞങ്ങൾക്ക് എന്താക്കുകയില്ല, സ്വർഗത്തേക്ക് പ്രവേശിക്കുകയില്ല. നരകത്തിൽ നിന്ന് ഞങ്ങളെ തടീരെ ഞങ്ങൾക്ക് സലാമത്താക്കുകയില്ല. അതേത്തേക്ക് ഞങ്ങൾ ഫസ്റ്റ് വിശദീകരിച്ചോ വന്നത്. അതേത്തേക്ക് ഒന്നാമത്തെ സ്റ്റെപ്പ് അവൻ്റെ ജീവിതത്തിൽ നരകത്തിൽ ശാശ്വത ഒരു അവസ്ഥയിൽ നിന്ന് അവൻ്റെ തടീരവണു സലാമത്താക്കുകയും. അപ്പോൾ അത് ആ വക കാര്യം ഞങ്ങൾ എന്തൊക്കെയാ ഫസ്റ്റ് ഞങ്ങൾ ചൊന്ന. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തിനു ചൊന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ ശരീരത്തിൽ നരകത്തിൽ പ്രവേശിക്കുന്നതായ അവസ്ഥയിൽ നിന്ന് അവൻ സലാമത്താക്കുക ചൊല്ലരുത്. ഒന്നാമത്തെ ഞങ്ങൾ ചൊന്ന നരകത്തിൽ ശാശ്വത ഒരു അവസ്ഥയിൽ നിന്ന് സലാമത്താക്കുക. രണ്ടാമത്തേത് നരകത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് അവൻ്റെ തടീർ എന്താക്കണോ സലാമത്താക്കുക. അതായത് ഒരു മുവഹിദായ ആൽമാർ അല്ലെങ്കിൽ തൗഹീദുള്ളതായ ആൽമാർ അങ്ങനെ ആഖിറത്തിൽ നടപടിക്രമം ഉണ്ടാവരുത്. 3 രീതിയിൽ എത്തിക്കരുത്. മുവഹിദായ ആൽമാർ സ്വർഗത്തേക്ക് പ്രവേശിക്കരുത് 3 രീതിയിൽ എത്തിക്കരുത്. അതിൽ ഒന്നാമത്തെ രീതി നല്ല ആഖിറത്തിൽ അങ്ങ് എത്തിയാൽ പിന്നെ അള്ളാഹു എന്താക്കുക അങ്ങ് ഹിസാബാക്കിയിട്ട് അദാബൈത്ത് അങ്ങ് പിന്നെന്താ പറയുക സ്വർഗത്തേക്ക് പ്രവേശിക്കാറ്. അതായത് അവൻ്റെ ഹിസാബ് നടക്കറ്. ഹിസാബൈത്ത് അവൻ എന്താ പറയുക ശിക്ഷയ്ക്ക് അർഹനവറ, ശിക്ഷ കിട്ടകു അർഹനവറ. ശിക്ഷ കൊടുക്കരുതും കൊടുക്കാണ്ടിരിക്കരുത് അത് അള്ളാഹു കൂട്ടത് എത്തിക്കരുത്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അള്ളാഹു ശിർക്കാക്കിയ ഒരാൾ അവൻ എന്താക്കില്ല, പുറത്ത് കൊടുക്കില്ല. അതല്ലാത്ത തപ്പാക്കിയ അതല്ലാത്ത ആൾമാർക്ക് അള്ളാഹു ഉദ്ദേശിച്ച ആൾമാർക്ക് എന്താക്കുക അള്ളാഹു പുറത്ത് കൊടുക്കുക. അപ്പോൾ അവനക്ക് ശിക്ഷ കൊടുക്കണ വേണ്ട ചൊല്ലത് അത് അള്ളാഹു ഉദ്ദേശിച്ച പോലെ എത്തിക്കരുത്. അപ്പോൾ ഒന്നാമത്തെ വിഭാഗം അങ്ങ് ഹിസാബ് ഒരു അദാബ് ഒരു അതിൽ പിന്നെ അങ്ങ് എന്താ പറയുക നബിയുടെ ഷഫാഅത്തിലൂടെ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ അങ്ങ് സ്വർഗത്തേക്ക് പ്രവേശിക്കാറ്. ഇത് ഒന്നാമത്തെ സ്റ്റെപ്പ് എത്തിക്കും. ഇത് ഒന്നാമത്തെ രീതി എത്തിക്കറ്. രണ്ടാമത്തെ രീതി മുവഹിദ് സ്വർഗത്ത് പോകേണ്ടത് ഹിസാബൈത്ത് അദാബ് ഇല്ലാണ്ട് അങ്ങ് എന്താ പറയുക നരകശിക്ഷ ഇല്ലാണ്ട് അങ്ങ് സ്വർഗത്തേക്ക് പോകേണ്ടാറ്. അതായത് അവൻ്റെ ഈ ജീവിതത്തിൽ അള്ളാഹു കൊടുത്ത നിഅമത്തെല്ലാം അതിൻ്റെ വിഷയത്തിലെല്ലാം ഹിസാബൈത്ത് അവൻ്റെ ആയുസ്സിൻ്റെ വിഷയത്തിൽ എല്ലാ ഹിസാബൈത്ത് അവൻ എന്താ പറയുക ശിക്ഷ ഇല്ലാണ്ട് സ്വർഗത്തേക്ക് പ്രവേശിക്കുക. ഇത് രണ്ടാമത്തെ രീതി എത്തിക്കറ്. മൂന്നാമത്തെ രീതി ഹിസാബും ഇല്ലാണ്ട് അദാബും ഇല്ലാണ്ട് അങ്ങ് എന്താ പറയുക നേരെ സ്വർഗത്തേക്ക് പ്രവേശിക്കാറ്. അങ്ങക്ക് എന്തൊക്കില്ല ഹിസാബും വെക്കില്ല അദാബും വെക്കില്ല. അങ്ങനെ നേരെ എന്താ പറയുക സ്വർഗത്ത് പ്രവേശിക്കാറ്. ഈ 3 രീതിയിലെത്തിക്കൽ ഒരു മുവഹിദിലെ നടപടിക്രമം ഉണ്ടാവുകയാണ് ആ ആഖിറത്തിൽ. അപ്പോൾ ഞങ്ങളൊട്ടേക്ക് ഒരാൾ വന്ന് കേൾക്കറ് നീന് മറിച്ചുണ്ടായെങ്കിൽ നിൻ്റെ എതിരിൽ ഈ 3 ചോയ്സ് ഉണ്ട്. അപ്പോൾ നീ ഇതിൽ ഏത് തിരഞ്ഞെടുക്കുക? സ്വാഭാവികമായിട്ട് ഏത് തിരഞ്ഞെടുക്കറ്? മൂന്നാമത്തെ അവസ്ഥ എത്തിക്കറ അല്ലേ? ഹിസാബും ഇല്ലാണ്ട് അദാബും ഇല്ലാണ്ട് സ്വർഗത്തേക്ക് പോകൂ. ആ ഒരു അവസ്ഥ എത്തിക്കാൻ ഞങ്ങൾ തിരഞ്ഞെടുക്കുക. ആ അവസ്ഥ എത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കരുത്. അപ്പോൾ അങ്ങനെ ഹിസാബില്ലാണ്ടും അദാബില്ലാണ്ടും സ്വർഗത്ത് പോകാനുണ്ടായെങ്കിൽ അതിക്ക് എന്തെല്ലാം ക്വാളിറ്റി ഞങ്ങൾക്ക് വേണം അല്ലേ? ഇപ്പോൾ നോക്കൂ, ഞങ്ങൾ എന്ത് കാര്യം ജീവിതത്തിൽ ആക്കി പോകേണ്ടിട്ടായെങ്കിലും അതിക്ക് അതിരുതായ കണ്ടീഷൻസും അതിരുതായ ക്വാളിഫിക്കേഷൻസ് എല്ലാം വേണം. ഉദാഹരണത്തിന് ഒരു ജോബ് ഞങ്ങൾ പോകണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ ഇൻ്റർവ്യൂക്ക് ഞങ്ങൾ പോകേണ്ടിട്ടായെങ്കിൽ ആ ജോബ് ഞങ്ങൾക്ക് കിട്ടണമെന്നുണ്ടായെങ്കിൽ അതിക്ക് വേണ്ടതായ ചില കണ്ടീഷൻസും അതേപോലെ അതിക്ക് വേണ്ടതായ ചില ക്വാളിഫിക്കേഷൻസ് എല്ലാം വേണം. ആ ക്വാളിഫിക്കേഷൻ ഇന്നെങ്കിൽ എത്തിക്കറ് ആ ജോബ് ഞങ്ങൾക്ക് കിട്ടേ സ്വന്തം ഞങ്ങൾക്ക് നല്ല പിടിയുണ്ട്, അതിൻ്റെ വിഷയത്തിൽ ഞങ്ങൾക്ക് നല്ല ബോധമുണ്ട്. ആയെങ്ക ആ ബോധം എന്തുകൊണ്ട് എത്തിക്കറ് ഞങ്ങൾക്ക് ആഖിറത്തെ വിഷയത്തിലില്ല. അതെ, അങ്ങനത്തെ ക്വാളിറ്റി അങ്ങനത്തെ ക്വാളിഫിക്കേഷൻ ഇന്നെങ്കിൽ എത്തിക്കറ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കറ് ആ ഒരു അവസ്ഥയെ കൊടുക്കരുത്. ഹിസാബും അദാബും ഇല്ലാണ്ട് സ്വർഗത്ത് കിടക്കണമെന്നുണ്ടെങ്കിൽ അതിക്ക് ചില ക്വാളിഫിക്കേഷനും ചില ക്വാളിറ്റിയെല്ലാം വേണം. ആ ക്വാളിറ്റി ഇന്നെങ്കിൽ എത്തിക്കറ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കറ് ആ ഒരു അവസ്ഥ അവനക്ക് കൊടുക്കരുത്. അപ്പോൾ അങ്ങനെ പ്രവേശിക്കുക വേനായ ക്വാളിറ്റി എന്തെല്ലാം ചൊന്തര അങ്ങ് അറിയണമെന്നുണ്ടെങ്കിൽ അതൊരു വിഷയത്തിലുള്ളതായ ഇൽമ നമുക്ക് എന്താവണം അങ്ങ് പഠിച്ചതേ എടുക്കണം. അത് നിങ്ങൾക്ക് എന്താവില്ല ഇങ്ങനെ കിട്ടില്ല. അതങ്ങ് എന്താ വെക്കണം പഠിച്ചതേ വേണം. അങ്ങനെ തടീരൻ അങ്ങ് കാക്കണമെന്നുണ്ടെങ്കിൽ നരകത്തിൽ നിന്ന്, അതല്ലെങ്കിൽ നരകത്തേക്ക് കാലക്കാലം ആ ഒരു അവസ്ഥയിൽ നിന്ന് കാക്കണമെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഹിസാബും അദാബും ഇല്ലാണ്ട് പോകുന്നുണ്ടെങ്കിൽ അതിക്ക് വേനതായ ക്വാളിഫിക്കേഷൻ ഞങ്ങൾക്ക് വേനുണ്ടായെങ്കിൽ ക്വാളിറ്റി ഞങ്ങൾക്ക് വേനുണ്ടായെങ്കിൽ അത് ഞങ്ങൾ എന്താക്കണം പഠിച്ചതേ വേണം. അത്രയും ആവശ്യത്തിക്ക് ശരീഅത്തിലെ ഇൽമു മനുഷ്യരെ ജീവിതത്തിൽ. അതെ, ഇതെല്ലാം ഒന്ന് ഷോർട്ട് ചെയ്ത് ചൊല്ലിട്ടുണ്ടെങ്കിൽ സലഫർ അങ്ങ് ചെന്നതുപോലെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി ചെന്നതുപോലെ മനുഷ്യന്മാർ അങ്ങ് ഫുഡിനെ കാണിട്ടും തണ്ണീരെ കാണിട്ടും യാർ ആവശ്യമില്ല തങ്ങൾക്ക് എന്തിരെ അല്ലെ ഇൽമയെത്തിക്കരു. കാരണം അങ്ങനെ ജീവിതത്തിലെ എല്ലാ മേഖലകളും പല ഉത്തരവാദിത്വമില്ലേ പല ബാധ്യതയുള്ള ആൾമാരെ എത്തിക്കരണങ്ങ അബ്ബമാർ അങ്ങനെ മക്കളെ മേലുള്ള കടമെന്തിരെ, അതേപോലെ അങ്ങനെ പെഞ്ഞായിമാരുടെ മേലെ അങ്ങനെ ഔത്രേ ഉള്ളത്, അതേപോലെ വിദ്യാർത്ഥിമാർക്ക് അങ്ങനെ ഉസ്താദ് മേരെ മേലുള്ള കടമെന്തിരെ, ഇങ്ങനെ എല്ലാവരും ബാധ്യത്തിൻ്റെ ആൾമാരെ എത്തിക്കറ.
അപ്പോൾ എൻ്റെ ബാധ്യത എന്തിരെ ನಾನು ജീവിതത്തിൽ എന്തെല്ലാം ആക്കണു ഈ ശരീഅത്തിലെ നിയമത്തെ ഉൽഗമೆ ഖുർആനും സുന്നത്തും അതിൽ സലഫി മൻഹജിനെ അനുസരിച്ചത് എന്തിനാണ് ആക്കണു ചൊന്തു ഇങ്ങനെ ഓരോ കാര്യത്തെ നോക്കിയിട്ടും പഠിച്ചിട്ട് ജീവിക്കുന്നത് എത്ര ആൾമാർ ഞങ്ങളെ കൂട്ടത്തിലിരിക്കാറ്. ഇപ്പോൾ കച്ചവടം ആക്കുന്നവൻ അവൻ്റെ കച്ചവടത്തിൽ അതിൽ അവನು കച്ചവടത്തിൽ ബഡ്ഡിയുടെ വിഷയത്തിൽ പഠിക്കുന്നത് നിർബന്ധം എത്തിക്കാറ്. അതേപോലെ പണിക്ക് പോകേണ്ടവൻ അവൻ്റെ പണിയുടെ വിഷയത്തിൽ അറിയതും നിർബന്ധം എത്തിക്കാറ്. അതേപോലെ ഞങ്ങൾ ഇബാദത്താകും ഞങ്ങൾ നിത്യജീവിതത്തിലാക്കുന്നത് ഈ ഇബാദത്ത് ഞങ്ങൾ എടുത്ത് നോക്കുന്നുണ്ടായെങ്കിൽ ഇപ്പോൾ ഞങ്ങളെ നിസ്കാര ആ നിസ്കാര സ്വഹിയാവനുണ്ടെങ്കിൽ അതിൽ ഷർത്തും ഫർദും റുക്കുണും എല്ലാം ഞങ്ങൾ പാലിച്ചിട്ട് ಬೇನು ಅದನ್ನು ಹಾಕೋಣದು ಅಪ್ಪೈತಿಗೆ ನಿಸ್ಕಾರ ಎಂದವ್ರೆ ಆ ಇಬಾದತ್ತು മഖബൂൽ അവരത് സ്വീകാര്യം അവരത്. ഇപ്പോൾ അങ്ങനെ നിസ്കാരത്തിൽ ഒരു റുക്കുണു നഷ്ടപ്പെട്ടുണ്ടായെങ്കിൽ അപ്പം ഞങ്ങൾ എന്തിനാക്കണു, അതല്ലെങ്കിൽ ഒരു ഷർത്ത് നഷ്ടപ്പെട്ട ഞങ്ങൾ കിബിലത്തിന് നേരെ തിരിഞ്ഞ് നിസ്കരിച്ചിട്ടില്ല, അതല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഞങ്ങൾക്ക് അതിൽ മറന്നിട്ട് പോയിട്ടുണ്ടായെങ്കിൽ അപ്പം ഞാൻ എന്തിനാക്കണു. അപ്പോൾ ആ എന്തിനാണ് പ്രവർത്തിക്കണു ചൊന്ന് ഞങ്ങൾക്ക് പിടിയാവണുണ്ടെങ്കിൽ അതൊരു വിഷയത്തിലുള്ള ഇൽമു ഞങ്ങൾക്ക് വേണം. അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ആ അമൽ സ്വഹിയവരത് അള്ളാഹു കുബൂലാക്കരുത്. അതേപോലെ ഞങ്ങൾ ജീവിതത്തിൽ ഇപ്പം ആൾമാർ നോക്കണ്ട എത്രമാ ആൾമാർ എത്രമാ ബാലക്കാരന്മാർ ബാലക്കാർത്തിമാർ അങ്ങനെ നിത്യജീവിതത്തിൽ അങ്ങ് പല കാര്യം അങ്ങനെ ആക്കുറാറ്. അതിൽ പലതും ഹറാമെത്തിക്കറ്. അങ്ങനത്തെ വിഷയത്തിൽ എന്തില്ല എൽമയില്ല ഇത് ഹറാമെത്തിക്കർ സ്വന്തൂലതായ അങ്ങനത് പിടിയേക്കില്ല. അത് ചിലപ്പോൾ അങ്ങ് അത് പഠിക്കാണ്ടിരുന്നതാവാം, അല്ലെങ്കിൽ അങ്ങനെ ഔത്തുരങ്ങ അഭൂമമാർ ശ്രദ്ധിക്കാണ്ടിരുന്നതുമാവും എന്തുമാവാം. അതൊരു വിഷയത്തിൽ ഞങ്ങൾക്ക് എൽമില്ല അങ്ങനെ എന്താക്കാറ് അങ്ങനെ നിത്യജീവിതത്തിൽ അത് ഹലാൽ സ്വന്തു ഇത് എല്ലാവരും ആക്കുറാറല്ലേ നാനും ആക്കറ സ്വന്തം ഇങ്ങനെ ആക്കിക്കൊണ്ടുള്ളാറ്. അപ്പോൾ അതെല്ലാം ഞങ്ങൾക്ക് ഞങ്ങളുടെ ശരീരത്തെ സൂക്ഷിക്കാനുണ്ട്, അതിൽ നിന്നെല്ലാം ഞങ്ങളുടെ ശരീരത്തെ രക്ഷപ്പെടുത്തണുണ്ടായെങ്കിൽ ഞങ്ങൾക്ക് എന്താവും നിർബന്ധമായിട്ടും ശരീഅത്തിലെ ഇൽമ ഞങ്ങൾ പഠിച്ചിട്ടേ പോയി. അത്രയും ആവശ്യമായിത്തേക്ക് എന്തൊരു ഞങ്ങളുടെ ജീവിതത്തിൽ ശരീഅത്തിലെ ഇൽമ. അപ്പോൾ ഇതുപോലെ പരിഹാരം എന്തിരെ അത് ഞങ്ങളെ പ്രശ്നം ഞങ്ങൾ ചൊന്ന ഇതുപോലെ പരിഹാരം എന്തിരെ ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല ഉറച്ചൊരു തീരുമാനം എടുക്കരുത്, നല്ലൊരു ഡിസൈഡ് ആക്കരുത്. എന്തിരെ എൻ്റെ ജീവിതത്തിൽ അത് ഏത് സാഹചര്യം ആവട്ടെ, എൻ്റെ കച്ചവടത്താവട്ടെ ആവട്ടെ ഔത്തിലാവട്ടെ മക്കളൊട്ടിക്കാവട്ടെ ഏത് അവസ്ഥയിലാവട്ടെ ನಾನು ಎಂದಿರಾಕೊಂಬತ್ತಿಗೂ ಶರಿಯತ್ ഇതിൽ ನನಗೆ ಎಂದ್ರೆ ಪಡಿಪಾಡಿ ತಂಡೆ ಇದ್ರೆ ಹುಕುಮ್ ಎಂದ್ರೆ ಸ್ವಂತ ಅರಿഞ്ഞിട്ട് ನಾ ಪ್ರವರ್ತಿಕ್ರಿ ಇಂಗಂತ ನಂಗೆ ಎಂದಾಕ್ರಿ ನಲ್ಲೊರು ಉറച്ച തീരുമാനം എടുക്കരുത്, നല്ലൊരു ഡിസൈഡ് എടുക്കരുത്. ಇದರ ವಿಷಯ ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ವತആല சொன்னா നിങ്ങൾക്ക് ಗೊತ್ತಿಲ್ಲಂటే നിങ്ങൾ എന്താക്കണോ ഇൽമുൽ ആൽമാരോട്ട് കേൾക്കണം. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്ക് പിടിയില്ലാണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കൂ ഇൽമുലതായ ആൽമാരോട്ട് കേൾക്കൂ. അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് എന്ത് കാര്യം ആക്കുമ്പോഴത്തേക്കോ ഇത് ഹലാലൈത്തിക്കൂ എല്ലാവരും ആക്കുറാറ് ഇതിൽ ഹറാം എന്തിക്കാല ഇങ്ങനെ സംശയമില്ല എന്താക്കണ്ട ഒരു കാര്യം ആക്കു പോകണ്ട. അതൊരു വിഷയത്തിൽ ಅದರ ವಿಧಿ ಅಂದರೆ ಸರಿಯಾದ ನಂಗೆ ಎಂದರೆ ಪಡಿಪಾಟಿ ತಂದೆ ಸ್ವಂತ ಕೇಟಿತ್ತು അറിഞ്ഞിട്ടല്ലാണ്ട് ആ പ്രവർത്തനം എന്താക്കു പോകണ്ട ആക്കു പോകണ്ട. ഈ കാര്യം ഉറപ്പായിട്ട് ഞങ്ങൾക്ക് ഇതിൽ ഹറാമില്ല ഇത് ഹലാലെത്തിക്കരുത് അങ്ങനെ ഉറപ്പായെങ്കിൽ മാത്രമേ എന്താക്കരുത് ആ ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് കൊമണ്ട്. അങ്ങനെ അറിയണമെങ്കിൽ എന്താക്കണോ അത് അറിവില്ലതായ ആൾമാരാണെങ്കിൽ എന്താക്കണോ ബന്ധപ്പെടണം. സലഫി ഉലമാക്കന്മാർ അത് ഞങ്ങൾക്ക് പരിചയമില്ല ആൾമാർ ആറുള്ളാറ അങ്ങനെ ഒട്ടിക്ക് ഞങ്ങൾ നിത്യമായിട്ട് ഓരോ കാര്യം ഞങ്ങൾ എന്താക്കരുത് കേട്ടിട്ട് അറിഞ്ഞിട്ടേ ജീവിതത്തിൽ അങ്ങ് എന്താക്കരുത് കൊമണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അതുപോലെ ഞങ്ങളുടെ ജീവിതത്തെ സലഫറാങ്ങ ഖുർആനും ഹദീസും മനസ്സിലാക്കി ഞങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ ഓരോ സ്റ്റെപ്പും അങ്ങനെ മുന്നോട്ട് പോയിരാറ അതുപോലെ ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് പോകില്ല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അതേപോലെ ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയില്ല എന്നൊരു കാര്യം എത്തിക്കറ് ഞങ്ങിപ്പോൾ ചൊന്ന ഇൽമ ഞങ്ങൾ ജീവിതത്തിൽ നല്ല ആവശ്യത്തേക്ക് ഫുഡും തണ്ണീരെ കാണ്ടി യാറും ആവശ്യം ഞങ്ങൾക്ക് ഇൽമ പഠിക്കരുത് എത്തിക്കറ്. അപ്പോൾ ആ ഇൽമ പഠിക്കരുത് അവസരം അല്ലാഹു സുബ്ഹാനഹു വതആല ഞങ്ങൾക്ക് എന്താക്കിറാ ചൊമ്മ ഈസാക്കി തന്നിരാം. മുന്നത്തെ കാലഘട്ടം എടുത്ത് നോക്കാനായിട്ടായെങ്കിൽ ചൊമ്മ ഈസിയാക്കി തന്നിട്ട് എന്താ ഈ കാലഘട്ടത്തിൽ ഇൽമ പഠിക്കുന്ന അവസ്ഥ. ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു ഹദീസ് ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായെങ്കിൽ ഒരു ഹദീസിൻ്റെ ഷർഹ് ഞങ്ങൾക്ക് നോക്കുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഒരു ആയത്തിൻ്റെ വിശദീകരണം ഞങ്ങൾക്ക് നോക്കുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് ഫിഖിയ പരമായത് അല്ലെങ്കിൽ ഇബാദത്തില അതല്ലെങ്കിൽ എന്തുമാവട്ടെ കുടുംബ ജീവിതത്തില എന്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തോ ഒരു ഞങ്ങളുടെ കയ്യിലുള്ളതായ ഒരു ഫോണിൽ അത് വെച്ചിട്ട് ഞങ്ങൾക്ക് എന്തോ ഒരു അതിൽ അറിയോഗോ അത് കേൾക്കരുത് ആൾമാരോട്ടെ കേട്ടിട്ട് അതല്ലെങ്കിൽ സലഫി ഉലമാക്കന്മാരെ ക്ലാസ് ഒരുപാട് ക്ലാസ്സിന് എന്തിനുണ്ട് യൂട്യൂബിൽ ഞങ്ങൾക്ക് ഉണ്ട് കിട്ടർ. അതേപോലെ തുലാബ് ഇൽമ ഞങ്ങൾക്ക് പിടിയുണ്ട് ഓരോ ഹദീസിൽ ഞങ്ങൾക്ക് ഷറൂബ് ചെയ്യുന്നുണ്ട് എന്തൊരു സലഫി മടിതമാരെ കിതാബ് ഞങ്ങൾക്ക് മൊബൈലിൽ ഞങ്ങൾക്ക് കിട്ടർ ഗൂഗിളിൽ ഞങ്ങൾ അടിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടർ അത് ബെനേതായ സലഫി സൈറ്റെല്ലാം ഗൂഗിളിലുണ്ട്. അയങ്ക ഉന്നോലത്ത് ഞങ്ങളെ മുൻഗാമിമാർ അങ്ങ് ഓരോ ഹദീസ് പഠിക്കാനുണ്ടായെങ്കിൽ പല ത്യാഗം സഹിച്ച് എത്തിക്കാൻ അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു പ്രശ്നം പറയുമ്പോഴത്തേക്ക് അതല്ലെങ്കിൽ എന്തോ ഒരു കാര്യം അങ്ങ് പഠിക്കാനുണ്ടെങ്കിൽ ഒരായത്തിൽ വിശദീകരണം പഠിക്കാനുണ്ടെങ്കിൽ പല ത്യാഗം അങ്ങ് സഹിച്ച് എത്തിക്കാൻ അങ്ങനെ നേടിയോണ്ടിരുന്നത്. ഞങ്ങൾക്ക് എല്ലാവരും കൊന്തിന്ന ഒരു സംഭവം എത്തിക്കുക അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു സംഭവം. അതിൽ ഒരു ഹദീസ് പഠിക്കുകയിത്ത് മദീനത്തിൽ നിന്ന് മിസ്രിക്ക് യാത്ര പോകുന്നുണ്ട് ഒരു ഹദീസ് പഠിക്കുകയിത്ത് അണ്ടത്തെ കാലത്തിൽ മദീനത്തിൽ നിന്ന് മിസ്രിക്ക് പോകുന്നുണ്ടായെങ്കിൽ ഒരു തിങ്കൾ തോൾ ടൈം എടുക്കരുത് അല്ലെ പോകും ഒരു തിങ്കളുണ്ടായെങ്കിൽ വാപ്പസ് തിരിച്ച് പറകും ഒരു തിങ്കൾ ടൈം എടുക്കരുത്. അപ്പോൾ അതിൽ ഒരു ഹദീസ് പഠിക്കുകയിത്തല്ല എന്താക്കരുത് 2 തിങ്കൾ അപ്പുറം ഇങ്ങനെ യാത്ര ആക്കരുത്. അല്ല ഉണ്ട് ഞങ്ങൾക്ക് ഒരു ഹദീസ് ഒരു ഷറഹ് ഞങ്ങൾക്ക് വിശദീകരണം ഞങ്ങൾക്ക് പിടിയാവുന്നുണ്ടായെങ്കിൽ 2 മിനിറ്റ് പോലും വേണ്ട
ಅತ್ತರ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆಲ ಎಂದಾಕಿರ ಈಸಿಯಾಗಿ ತಂದರ ಅಲ್ಲ ತುಲಾಬುಲ್ ಇಲ್ಮ್ ರಂಕ್ ಅದು ಗೊಂತುಂಡು ಎಲ್ಲ ನಂಗೆ ಎಂದವರು അങ്ങനെ ഈ ഫോണിൽ കിട്ടും. അതേപോലെ സാധാരണ ആൾമാർ അങ്ക് ഒരു ഉസ്താദരങ്ങ അങ്ങനെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായെങ്കിൽ അങ്ങനെ ഉസ്താദരങ്ങളെ കാണണമെന്നുണ്ടായെങ്കിൽ ಅದರ ವಿಷಯത്തിൽ അറിയണമെന്നുണ്ടായെങ്കിൽ എന്താ ഒരു ഗാഡിയുടെ വ്യവസ്ഥ പോകുന്നുണ്ടായെങ്കിൽ സ്വന്തം ഗാഡിയിൽ നിന്ന് ഉള്ളവർ അതല്ലെങ്കിൽ ബസ്സും ട്രെയിനും ഇങ്ങനെ പല വ്യവസ്ഥയുണ്ട് ഞങ്ങൾക്ക് ആ ഇൽമ ഞങ്ങൾക്ക് കരസ്ഥാക്കുക നേടുക. അപ്പോൾ ഈ അള്ളാഹു ഈസിയാക്കി തന്നെതിരെ ഈ അനുഗ്രഹത്തെ വിഷയത്തിൽ ഉറപ്പായിട്ടും അള്ളാഹു എന്താക്കുക ഞങ്ങളൊട്ടിಗೆ നല്ല പരലോകത്തിൽ കേൾക്കുക ഞങ്ങൾ ചോദിക്കപ്പെടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ പൈച്ചി തൗത്തുൽ ദെക്കുക ആവാണ്ട് ഔത്ര പുറത്ത് വേണ്ട തെളിങ്ങനെ മുന്നൽ പോകുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കേട്ടರು. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവസ്ഥ മതೈತಿಕರು പൈച്ചി തൗത്തുൽ ദെക്കുക ആവാണ്ട് എന്തെങ്കിലും കിട്ടರು സ്വന്തം പുറത്ത് വേണ്ട. അതുപോലെ തന്നെ എൽദുർ പോകുമ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കേട്ടರು അയാളെ അവസ്ഥ മതೈತಿಕರು പട്ടിണി കാരണം ഔത്തുൽ ദെക്കുക ആവാണ്ട് അയാൾ പുറത്ത് വേണ്ട. അങ്ങനെ ഇങ്ങനെ 3-4 എതിർ പോകുമ്പോഴത്തേക്ക് ഒരു സ്വഹാബി കേട്ടರು അതിൽ എനിക്കുള്ളതായ ഫുഡ് കൊടുക്കും. അപ്പോൾ അത് തിണ്ടപ്പ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ചൊല്ലರು ഉറപ്പായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കുക ഈ ഒരു നിഅമത്തിന്റെ വിഷയത്തിലും ഞങ്ങളിട്ടിಗೆ എന്താക്കുക കേൾക്കുക നോക്കറല്ല അത്ര പൈച്ച് പട്ടിണി തേച്ചിട്ട് ആ ഒരു ടൈമിൽ ഞങ്ങൾക്ക് ബയർ നിറയ്ക്കോ ഒരു ചെറിയ ഇത്ത പോലെ എന്തൊരു കിട്ടിത്ത ആദ്യ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കണ്ടായെങ്കിൽ ഉണ്ട് ഞങ്ങളെ ഈ സാഹചര്യത്തിൽ ഇൽമു പഠിക്കുകയും ഞങ്ങൾ ഈ ജീവിതത്തിൽ എത്ര ഈസിയാക്കി തന്നൊരു അള്ളാഹു ഉറപ്പായിട്ടും എന്താക്കുക അള്ളാഹു ಅದರ ವಿಷಯದಲ್ಲಿ ನಂಗೆ ಕೇಳ್ಕರ അതിലൂടെ ഉത്തരം ഞങ്ങൾ എന്താക്കണം ഞങ്ങൾ ജീവിതം കൊണ്ട് ഞങ്ങൾ തയ്യാറാക്കി വെക്കണം റെഡിയാക്കി വെക്കണം. അല്ല ഇങ്ങനെ ദീന് പഠിക്കുകയും സലഫുറങ്ങൾ ജീവിതം ഞങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ത്യാഗത്തെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് എന്താ ഒരു ചെങ്കിയവരും ഞങ്ങൾക്ക് ഇത്ര അവസരം കിട്ടിയത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അസഹ്യവരും ഇത്ര അവസരം കിട്ടിയത് ഇത് ನಾನು എന്താക്കിക്കൊണ്ടില്ല ആ ഇൽമ ഞങ്ങൾ കരസ്ഥാക്കിക്കൊണ്ടില്ല. അതെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അയാൾ ഔത്തിൽ പട്ടിണി എത്തിക്കರು. അതേപോലെ അയാൾക്ക് ഇൽമു പഠിക്കണം അത് കയ്യിൽ എന്താക്കറ് അതിൽ അൽവാസിർ അയാളും അവസ്ഥ അതേ എത്തിക്കറ്. ഒരു നാൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലിൻ്റെ സദസ്സക്ക് പോകേണ്ട ഇൽമു പഠിക്കുക അയാൾ അൽവാസിർ അയാൾ എന്താക്കറ് പണിക്ക് എടുത്തರು അതിൽ പോയിട്ട് പണിക്ക് വന്ന് അസർ വന്നതിൽ പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു റസൂലിൻ്റെ പഠിച്ചതായ ഇൽമ അയാൾക്ക് പടിവാട്ടി കൊടുക്കರು. പിറ്റാണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പണിക്ക് പോകണ്ടു അയാൾ റസൂലിൻ്റെ സദസ്സിൽ നിൽക്കറ്. ഇങ്ങനെ അങ്ങ് മാറി മാറി എന്താക്കിയെന്നാറ് ഇൽമു പഠിച്ചു ഇങ്ങനെ ത്യാഗം അങ്ങ് സഹിച്ചു എന്നാറ്. ആയെങ്ക ഞങ്ങൾക്കുണ്ട് അങ്ങനെ ആക്കുറ വേണ്ട അല്ലേ ഞങ്ങളെ പണിയുടെ ദശിത് എന്താക്കുവരു സ്വഹീയത്തുലെ ശരീഅത്തുലെ ഇൽമു ഞങ്ങൾക്ക് പഠിക്കുക വരും. ಅದರದಾയ ಕ್ಲಾಸ್ ನಂಗೆ ಯೂಟ್ಯೂಬಲ್ಲಿ കിട്ടും. സലഫ് ಮಾಡಿದമാരെ ധാരാളം ക്ലാസ് ഞങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും. അതല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ಗೊತ್ತಿಲ್ಲದಾയ ഉലമാക്കന്മാരെ ഞങ്ങൾക്ക് എന്താക്കുക ഒരു സലഫി ഉലമാക്കന്മാരെ ബന്ധപ്പെട്ടിട്ട് ഫോണിലൂടെ ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾക്ക് എന്താക്കുക ഒരു അതുപോലെതായ പരിഹാരം ഞങ്ങൾക്ക് കണ്ടെത്തുക വരും. അപ്പോൾ ഈ ഈസിയാക്കി തന്നതിരെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താക്കുക ഉറപ്പായിട്ടും ഞങ്ങളൊട്ടിಗೆ കേൾക്കുക. അപ്പോൾ അതുപോലെതായ ഉത്തരം ഞങ്ങൾ എന്താക്കണം ഞങ്ങൾ ഈ ജീവിതം കൊണ്ട് ഞങ്ങൾ കണ്ടുപിടിച്ച് വെക്കണം തയ്യാറാക്കി വെക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ യഥാർത്ഥ ദീനരെ പഠിക്കുകയും മനസ്സിലാക്കുകയും നല്ല ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും സ്റ്റെപ്പായിട്ട് അതിൽ സലഫറങ്ങ് എങ്ങനെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയിരാറ് അതുപോലെ ഞങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അതേപോലെ എന്നൊരു കാര്യം ചൊല്ലുന്നത് എനിക്ക് എല്ലാവർക്കും പിടിയുന്നത് പോലെ എൻ്റെ ഞങ്ങളുടെ ഒരുമിച്ച് കൂടിയത് ദാറുൽ ഇഫ്താർ ഇനോഗ്രേഷൻ എത്തിക്കുക അതിൽ ഉദ്ഘാടനം എത്തിക്കുക. അപ്പോൾ അതിൻ്റെ മെയിൻ ലക്ഷ്യം ഇവിടെ ഉസ്താദുമാർ ചെന്നാർ ഈ സാധാരണക്കാരായി തുല്യതായ ആൾമാർ അങ്ങനെ ജീവിതത്തിൽ അങ്ങനെ ഡെയിലി ലൈഫിൽ പണ്ടതായ പ്രശ്നത്തിൽ അങ്ങനെ കച്ചവടത്തിലാവട്ടെ അങ്ങനെ കുടുംബ ജീവിതത്തിലാവട്ടെ എന്തിരത്തിലാവട്ടെ എന്ത് പ്രശ്നമുണ്ട് ഇപ്പോൾ അല്ലാണ്ടും ഇനി നോമ്പ് പിറകു പോകണ്ടേ റമദാൻ തിന്നങ്ങൾ പിറകു പോകണ്ടേ. അപ്പോൾ നോമ്പ് വിഷയത്തിൽ പല സംശയം കേൾക്കും. അതേപോലെ തറാവീർ വിഷയത്തിൽ പല സംശയം കേൾക്കും. അതേപോലെ ഹജ്ജ് പോകേണ്ടതായ ആൾമാർ അങ്ക് അതിലും അതേപോലെ ഉംറത്ത് അതിലും അങ്ക് എന്തിക്കും പല സംശയിക്കും. ഇങ്ങനെ അങ്ങനെ സംശയ നിവാരണ ആക്കുകയുള്ളതായ ഒരു സംരംഭത്തിക്കുണ്ട് ഈ ജാമിയത്തുൽ ഫുർഖാൻ അൽ ഇസ്ലാമിയ ഇവിടെ ആ സംരംഭത്തിൽ തുടങ്ങുക പോകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നല്ലപോലെ ഉപയോഗപ്പെടുത്തുകയും നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നതായ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. വഅഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.